ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. മിക്കവരിലും ഇന്ന് കണ്ടുവരുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണത്തിനുള്ള പങ്ക് വളരെ പണ്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അന്നജം കുറഞ്ഞതും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞതും അമിത ഊർജ്ജമടങ്ങാത്ത എന്നാൽ പോഷകങ്ങൾ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളാണ് പ്രമേഹമുള്ളവർ കഴിക്കേണ്ടത്. ഈ പറയുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഷുഗർ കൂടുന്നത് ഒരു പരിധിവരെ നിങ്ങൾക്ക് തടയാൻ സാധിക്കും. 1. സിട്രസ് പഴങ്ങൾ. ഓറഞ്ച്, നാരങ്ങ, മുസമ്പി, ഗ്രേപ്പ് ഫ്രൂട്ട് തുടങ്ങിയ സിട്രസ് പഴങ്ങൾ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നവയാണ്. സിട്രസ് പഴങ്ങളിൽ ആരോഗ്യകരമായ ഫൈബറുകളും പൊട്ടാസ്യവും ഫോളേറ്റും അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതുമാത്രമല്ല, ഫ്രൂട്ട്സ് കഴിക്കുന്നത് മൂലം പ്രമേഹമുള്ളവരിൽ മധുരം കഴിക്കണം എന്നതിനോടുള്ള ആഗ്രഹം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസുമെല്ലാം ഷുഗർ ഉള്ളവരിൽ ഷുഗറിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രയാസങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നവ കൂടിയാണ്. 2. ഇലക്കറികൾ. ആൻറ്റി ഓക്സിഡൻറ്റുകൾ, നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ചീര, മുരിങ്ങയില പോലുള്ള ഇലക്കറികൾ പ്രമേഹമുള്ളവർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫൈബർ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ചീര ഷുഗറുള്ളവരിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും. 3. ബാർലി, ഓട്സ് പോലുള്ള മുഴുധാന്യങ്ങൾ കഴിക്കുന്നതും പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇവയിൽ ഫൈബറുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും സഹായിക്കും. കൂടാതെ പ്രമേഹമുള്ളവരിൽ ഇത് പതിവായി കഴിക്കുന്നത് മൂലം ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെയും ട്രൈഗ്ലിസറൈഡിൻ്റെയും കൂടിയ അളവ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. ബാർലി വെള്ളത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഹൃദയ സംബന്ധമായ മറ്റു പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള മിക്ക രോഗങ്ങളെയും അകറ്റി നിർത്താനും ബാർലി വളരെ നല്ലതാണ്. 4. ഉലുവ. ഫൈബർ ധാരാളമടങ്ങിയ ഉലുവ പ്രമേഹമുള്ളവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ്. ദിവസവും രാവിലെ ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനും വയറിലെ കൊഴുപ്പ് സ്വാഭാവികമായി എരിയിച്ചു കളയാനും സഹായിക്കും. കൂടാതെ ഷുഗറുള്ളവരിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് പ്രേരിപ്പിക്കുന്ന അമിനോ ആസിഡുകളും ഉലുവയിൽ അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇത് രക്തത്തിലേക്കുള്ള പഞ്ചസാരയുടെ ആഗിരണം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ വളരെ നല്ലതു കൂടിയാണ് ഉലുവ. 5. മഞ്ഞൾ. കുർക്കുമിൻ എന്ന രാസവസ്തുവാണ് മഞ്ഞളിന് മഞ്ഞ നിറം നൽകുന്നത്. ഇത് പല രോഗാവസ്ഥകളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും വളരെ നല്ലതാണ് മഞ്ഞൾ. 6. ഇഞ്ചി. ഒട്ടുമിക്ക കറികളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇഞ്ചി. ജിഞ്ചറോൾസ്, ഷോഗോൾസ് എന്നറിയപ്പെടുന്ന സംയുക്തങ്ങൾ ഇഞ്ചിയിൽ ധാരാളമായി കാണപ്പെടുന്നു. ഇത് ഉപാപചയ പ്രവർത്തനത്തെ വേഗത്തിലാക്കുകയും പ്രമേഹത്തെ നിയന്ത്രിക്കുകയും കൂടാതെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഷുഗറുള്ളവരിൽ സ്ട്രെസ് കുറയ്ക്കുന്നതിനും BP കുറയ്ക്കുന്നതിനും ക്യാൻസർ വരുന്നത് തടയുന്നതിനുമൊക്കെ വളരെ നല്ലതു കൂടിയാണ് ഇഞ്ചി എന്ന ഔഷധം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഇത് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തണം. പിന്നെ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഹെൽത്തി റെസിപ്പീസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്